ഉത്രാടപ്പൂ നിലവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരുത്താൻ വാ, മതി ഇത്ര അറിയത്തുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വലിയ ഗായകനൊന്നും അല്ല, ഉത്രാടമില്ല ഒരു പാട്ടിരിക്കട്ടെ. അപ്പോൾ ഒരു മാവേലിയുടെ ഫോട്ടോ ഇങ്ങനെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അത് പെയിൻ്റൊക്കെ ചെയ്ത് കുറേ അക്രിലിക് പെയിൻറ്റും അല്ലാത്ത പെയിൻറ്റും എല്ലാം അങ്ങ് ചെയ്തിട്ട് നമുക്ക് നടുക്ക് വെച്ചിട്ട് ചുറ്റിനും ഇങ്ങനെ പൂക്കളിടാൻ വേണ്ടിയായിരുന്നു. കാരണം പൂക്കൾ കുറവായിരുന്നു, എന്നാലും മേടിച്ചിട്ട് ബാക്കിയായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഒരു മാവേലി അങ്ങ് വരച്ച്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിന് ചുറ്റും പൂവിടാൻ വേണ്ടിയാണ്. അത്യാവശ്യം കൊള്ളമല്ലേ മാവേലി. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞപ്പൂ അങ്ങനെ ചുറ്റിയിട്ട് നോക്കാം. വാവ്, അടിപൊളിയല്ലേ. മഞ്ഞിട്ടിപ്പോൾ ഒരു തെളിച്ചം വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇപ്പം അല്ലേ. പിന്നെ നമ്മൾ പച്ച കളർ ഇടാന്ന് വെച്ച് പച്ച ഇട്ടപ്പോഴും കൊള്ളല്ലേ. ഈ പച്ച കളർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മാവില ഉണ്ടല്ലോ, മാവില ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്, അതും രാവിലെ. അടുത്ത് നമുക്ക് ഓറഞ്ച് കളർ ഇടാം. ഈ 3 കളറേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതാ ഞാൻ നടുക്ക് ഇങ്ങനെ ഒരു മാവില വരയ്ക്കാന്നൊരു മനസ്സിലൊരു പ്ലാൻ വന്നത്. ഓറഞ്ച് കളറും ഉണ്ട്. ഓറഞ്ച് കളർ ഇട്ടപ്പോൾ കണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നും താഴെ കമൻറ്റ് ചെയ്യണം, എപ്പോഴും ഞാൻ പറയുന്ന പോലെ. അപ്പോൾ ഓറഞ്ചോട് ഇട്ടിട്ട് ഇനി ലാസ്റ്റ് മഞ്ഞയോടും ഉണ്ട്. മഞ്ഞയോട് ഇട്ടപ്പോൾ ഫിനിഷ് ആയി, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്ത് കുറച്ച് ചെമ്പരത്തിപ്പൂ എല്ലാം വെച്ച് അലങ്കാരം വെച്ച് അതെങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാം ഇട്ടിട്ട് നമ്മളൊരു സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? എനിക്കിപ്പോഴൊന്നും സമാധാനമായത്, കാരണം ഇന്നലത്തെ എനിക്ക് അത്ര മനസ്സിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ നേരമൊക്കെ പളപളാന്ന് വെളുത്ത്. അപ്പോൾ ഇതെൻ്റെ പുതിയ ഓണക്കോടി ഷർട്ടാണ് കേട്ടോ. അതെങ്ങനെയുണ്ട്?